ഈ ഒരു ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ഇൻ ദ ജിം, ഇറ്റ് വാസ് ആക്ച്വലി ബിൽഡ് ഇൻ മൈ മൈൻഡ്. ഇപ്പൊ കറന്റ്ലി ഉള്ള ഒരു സ്റ്റേറ്റ് ഫിസിക്കലി മെന്റലി എന്തോ ആയിക്കോട്ടെ, ഈ ഓരോ കാര്യങ്ങൾ ഞാൻ പണ്ട് എന്റെ മൈൻഡിൽ ഓരോ തോട്ട്സ് എന്ന രീതിയിൽ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഡോണ്ട് ഗെറ്റ് മീ റോങ്, നിങ്ങൾക്ക് എല്ലാവർക്കും തോട്ട്സ് ഉണ്ടാവും, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ബട്ട് അതിൽ ചില ആൾക്കാർ ചില കാര്യങ്ങൾ നേടിയെടുക്കും, അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ പവർഫുൾ യുവർ തോട്ട്സ് ആർ. നിങ്ങളുടെ ആ ഒരു തോട്ട് എന്ന് പറയുന്നത് എത്രത്തോളം പവർഫുൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാത്തതിന്റെ ഒരു റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു തോട്ട് മര്യാദക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ആൻഡ് യു ഗൈസ് മൈറ്റ് ഹാവ് ഹേർഡ് മൈൻഡ് ഈസ് എവരിത്തിങ്. അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് യുവർ മൈൻഡ് ആക്ച്വലി ക്രിയേറ്റ്സ് യുവർ റിയാലിറ്റി. നിങ്ങളുടെ മൈൻഡിലുള്ള ഓരോ തോട്ട്സും ഓരോ ടൈമിൽ ഉണ്ടാകുന്ന ഓരോ ബിലീഫും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ റിയാലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ട് ക്രിയേറ്റ് ആയി വരുന്നത്. ഇപ്പം നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ ഒരു തോട്ട് എന്ന നെഗറ്റീവ് തോട്ടാണെങ്കിൽ ഇവൻച്വലി യുവർ ഡേ വിൽ ബി ബാഡ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് എണീക്കുമ്പോൾ തന്നെ വരുന്ന ഒരു തോട്ട് നെഗറ്റീവായിട്ടൊരു തോട്ടാകുമ്പോൾ നിങ്ങളുടെ മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു കാര്യം എന്നാണ്. പിന്നെ അതിനനുസരിച്ചുള്ള പെർസ്പെക്റ്റീവിലായിരിക്കും നിങ്ങളുടെ മുന്നിലോട്ടുള്ള കാര്യങ്ങൾ ഓരോ നിങ്ങൾ കാണുന്നുണ്ടാവാം. അതുപോലെ തന്നെ സം ഓഫ് യു മൈറ്റ് നോട്ട് ബി ഏബിൾ ടു മാനിഫെസ്റ്റ് സംതിങ്. അതിന്റെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു ചെറിയ സിംഗിൾ ഡൗട്ട് പോലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ പറ്റൂല. അതിന്റെ റീസൺ കൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തതിന്റെ റീസൺ അതാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ആരും ഇല്ല ഗൈഡ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങളോട് ആരും പറയുന്നില്ല. ഇപ്പൊ എന്നോട് ഇപ്പോൾ വന്നിട്ട് ഹനാഷ് ഇന്ന് നീ ഈ കാര്യം ചെയ്യും, അല്ലെങ്കിൽ നാളെ ആ കാര്യം ചെയ്യുന്ന ആരും വന്ന് പറയുന്നില്ല. ഇറ്റ് ഈസ് യുവർ മൈൻഡ് ദാറ്റ് ഡിസൈഡ്സ് ആൻഡ് യു പ്ലേ അക്കോർഡിംഗ് ടു ഇറ്റ്. അതുകൊണ്ട് തന്നെ ഇഫ് യു റിയലി വാണ്ട് ടു ഗെറ്റ് സംതിങ്, ഓക്കെ, നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഒരു ഡൗട്ട് പോലില്ലാണ്ട് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഈസ് ബിക്കം ദാറ്റ് വേർഷൻ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കും എന്നെ പോലെ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നുണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് വൈ ആർ യു നോട്ട് ടേക്കിംഗ് ഇറ്റ്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാത്തത്? ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് യു ഹാവ് ഫിയർ ഇൻ യുവർ മൈൻഡ്. നിങ്ങൾക്കൊരു പേടി അല്ലെങ്കിൽ ആൻസൈറ്റി അല്ലെങ്കിൽ മറ്റാൾക്കാർ എന്ത് വിചാരിക്കുന്ന റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ നിങ്ങൾ ഇതുപോലെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത ആ ഒരു റീസൺ കൊണ്ടാണ്. ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആൻസൈറ്റി, ആ ഒരു കാര്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീടിന് മുന്നിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഇഫ് യു റിയലി വാണ്ട് ടു ഗെറ്റ് സംതിങ് യു ഹാവ് ടു ബിക്കം ദാറ്റ് വേർഷൻ. ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേർഷൻ ഞാൻ എൻ്റെ മനസ്സിൽ ഫിക്സ് ചെയ്ത് ഞാൻ അങ്ങനെ ആയിട്ടുണ്ട്. ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിന് മുന്നിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. ഓൾ യു ഹാവ് ടു ഡു ഈസ് ആക്ച്വലി ബിക്കം ദ വേർഷൻ. ആ ഒരു വേർഷൻ ആയിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളത് ഫോളോ ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയും, നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലേസി ആണെന്ന് വിചാരിക്കാം. ബട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള ഒരു വേർഷൻ ആവാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൾക്കാരോട് സംസാരിക്കുന്ന രീതി, നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി, നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുന്ന രീതി, പെർസ്പെക്റ്റീവും കാര്യങ്ങളൊക്കെ ആ ഒരു വേർഷൻ എന്ന രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ഇവൻച്വലി ദ വർക്ക് വിൽ ഫോളോ. ബിക്കോസ് നിങ്ങളുടെ മൈൻഡ് വിചാരിക്കും, ഓക്കെ, ഇപ്പം നീ വിചാരിക്കുന്ന ഒരാളാണ് നീ എന്ന് നിന്റെ മൈൻഡ് തീരുമാനിക്കും. അതിനനുസരിച്ച് വർക്കും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നിങ്ങളെ പുറകെ വന്നോളൂ. ബട്ട് അതേ നേരം ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു വേർഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങളുടെ രീതിയും കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ യു കാൺ പ്രൂവ് യുവർ മൈൻഡ് ദാറ്റ് യു ആർ സച്ച് എ പേഴ്സൺ. മറ്റേതിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ മൈൻഡിൽ, ഞാൻ അതിനനുസരിച്ച് ഡ്രസ് ചെയ്ത് അതിനനുസരിച്ച് നടന്ന് അതിനനുസരിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം, ഓക്കെ, ഞാൻ അങ്ങനത്തെ ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേർഷൻ ആണെന്ന്. ബട്ട് അതേ നേരം നിങ്ങൾക്കുള്ളൊരു വേർഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ദ വേ യു ഈറ്റ്, ദ വേ യു ഡ്രിങ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ് എന്തോ ആയിക്കോട്ടെ, യുവർ ആക്ഷൻസ് ആൻഡ് ഓൾ, അതൊക്കെ നിങ്ങളെ വേർഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ യു കാൺ പ്രൂവ് യുവർ മൈൻഡ് ദാറ്റ് യു ആർ ദാറ്റ് വേർഷൻ. ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു നോ ഈസ് ആക്ച്വലി യു വർത്തി ഫോർ ഇറ്റ്. ഇപ്പം നിങ്ങൾ ആ ഒരു കാര്യം ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റണം. പണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരാളായിരുന്നില്ല. ബട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ പണ്ട് വിചാരിച്ചത്, ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പോണ രീതിയിലൊക്കെ പോയാൽ മതി, യു ജസ്റ്റ് ഹാവ് ടു ഗോ ഇൻ ദ ഫ്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. ബട്ട് ആ ഒരു നേരം ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഐ ആം ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഫ്യൂ ഓഫ് യു, നിങ്ങളിൽ നിന്ന് കുറച്ച് പേരെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിൽ എത്തുന്നുള്ള എനിക്കൊരു 100% ഉറപ്പുണ്ട്. മേ ബി 10, മേ ബി 100, മേ ബി 1000. നമ്മളാണ് നമ്മളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, വേറെ ആരുമല്ല. നമ്മൾക്ക് ഉണ്ടാകുന്ന തോട്ട്സ്, നമ്മൾ ചെയ്യുന്ന ഓരോ ഡിസിഷൻസ്, നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസ്, ഇതൊക്കെ ലീഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഇഫ് യു ക്യാൻ ഹാൻഡിൽ ഓൾ ഓഫ് ദോസ് യു ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് എ റിയാലിറ്റി ദാറ്റ് യു വാണ്ട്. ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു, ഐ റിയലി ഹാഡ് എ ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് തോട്ട്. എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ മറ്റാൾക്കാരെക്കാട്ടിലും ഡിഫറെൻ്റ് ആവണം എന്നൊക്കെയുള്ള ഒരു വാശി എനിക്കുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് വൈ ഐ ആം സ്റ്റിൽ ഡൂയിങ് ഓൾ ഓഫ് ദിസ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കോട്ട് പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങൾ ഇത് ലൈഫിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വേൾഡ് ഇല്ലാത്ത ഒരു കളർ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റും. സംതിങ് ദാറ്റ്സ് നോട്ട് ഇൻ യുവർ റിയാലിറ്റി. നമ്മുടെ ഈ ഒരു ലോകത്തില്ലാത്ത ഒരു സോർട്ട് ഓഫ് കളർ, നമുക്കിപ്പോൾ ഉണ്ടാവുന്ന ബ്ലൂ, റെഡ്, യെല്ലോ, ഗ്രീൻ, അതൊന്നും അല്ലാണ്ട് വേറൊരു കളർ ചിന്തിക്കാൻ പറ്റും? യു കാൺ. വൈ? കാരണം ആ ഒരു സാധനം നിങ്ങളുടെ റിയാലിറ്റിയിലില്ല. ബട്ട് അതേ നേരം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വേർഷൻ ആവാൻ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സപ്പോസ് യു വോണ്ട് ടു ബി എ റിച്ച് പേഴ്സൺ, നിങ്ങൾക്ക് വേണമെങ്കിൽ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും നിങ്ങൾ ആ ഒരു
രീതിയിൽ എങ്ങനെ നടക്കുന്നത്, ഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ പറ്റും. വൈ ഇസ് ദാറ്റ്? ഇറ്റ്സ് ബിക്കോസ് ആ ഒരു കാര്യം റിയാലിറ്റിയിലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നത്. റിയാലിറ്റിയിൽ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ആലോചിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾറെഡി ദർ. നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. യു ജസ്റ്റ് ഹാവ് ടു സ്വിച്ച് ഇറ്റ് ഫ്രം യുവർ മെന്റൽ പ്ലെയിൻ ഇൻ ടു യുവർ ഫിസിക്കൽ പ്ലെയിൻ. അത്ര എടുത്തുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇഫ് ദ ഓൺലി തിങ് നിങ്ങൾക്കൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വേണ്ട ഏക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിലീഫ്. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓക്കെ ഞാൻ പറയുന്നത് വെറുതെ ആണ്, ഒരു ബിലീവ് കൊണ്ട് നമുക്കൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദ ഓൺലി തിങ് ദാറ്റ്സ് ആക്ച്വലി സ്റ്റോപ്പിംഗ് യു ഫ്രം ഡൂയിങ് ഇറ്റ്. നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു കാര്യം വളരെ വളരെ സ്ട്രോങ്ലി ബിലീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇഫ് യു ക്യാൻ സീ യുവർ സെൽഫ് ഇൻ ദാറ്റ് പൊസിഷൻ, നിങ്ങൾക്ക് ആ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ഹാവ് ഓൾറെഡി വൺ. മറ്റാൾക്കാർക്ക് ഈ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതേ നേരം നിങ്ങൾക്ക് ആ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ഓൾറെഡി ഹാഫ് വേ ദർ. നിങ്ങൾ അത്രയും ക്ലോസ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ആ ഒരു കുറച്ചെങ്കിലും വർക്ക് ഇടേണ്ടി വരും. ആൻഡ് യു ഹാവ് ടു പുട്ട് ദ വർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ആവാൻ പറ്റണം. യു ഹാവ് ടു ബി സോ മച്ച് ഒബ്സസ്ഡ് ഓവർ ഇറ്റ്. എന്തൊരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് ആ ഒരു കാര്യം വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്ട്രോങ് ബിലീവ് ആൻഡ് ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ ബേസിക്കലി യു ക്യാൻ മാനിഫെസ്റ്റ് എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. ഓൾസോ ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഇപ്പം നിങ്ങൾക്കുള്ള ഒരു മൈൻഡിലുള്ള നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. സംതിങ് യു വോണ്ട് ടു മാനിഫെസ്റ്റ് റിയലി ഹാർഡ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ വേറെ ആരെങ്കിലും ഇട്ട് തന്നാണോ? അല്ല. ഇറ്റ്സ് നോട്ട് യുവർ പാരൻസ്, ഇറ്റ്സ് നോട്ട് യുവർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമല്ല ആ ഒരു മൈൻഡിലുള്ള ഒരു ആഗ്രഹം. ഇറ്റ് വാസ് ആക്ച്വലി ബോൺ ഇൻ ദർ. അത് നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു കാര്യമാണ്. ആൻഡ് വൈ ഇസ് ദാറ്റ്? ഇറ്റ്സ് ബിക്കോസ് യു ആർ എ ചൂസൺ വൺ. ഓക്കെ, യു ആർ സ്പെഷ്യൽ. അത് ആ ഒറ്റ റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരാത്തൊരു ആഗ്രഹം നിങ്ങളുടെ മൈൻഡിലുള്ളത്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ സറൗണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൈൻഡിൽ ഉള്ളൊരു ആഗ്രഹം മറ്റാൾക്കാർക്ക് ഇല്ലെങ്കിലും ഇറ്റ്സ് ബിക്കോസ് യു ആർ ദ ചൂസൺ വൺ ആൻഡ് യു ആർ സ്പെഷ്യൽ. The God wants you to have it, or the universe wants you to have it. You are already in that top 1% already. നിങ്ങൾ അത്രയും ക്ലോസ് ആണ് because it's already in your head. ബട്ട് അതേപോലെ തന്നെ there are some people who really wants to get rich. ബട്ട് ശരിക്കും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം ബിലീഫ് ഉണ്ടോ, അവർക്ക് ആ ഒരു കാര്യത്തിലോട്ട് എത്താൻ പറ്റും, അല്ലെങ്കിൽ they actually deserve it and they are actually worthy for it എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ that is a no. ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ some people get what they want, അതേപോലെ തന്നെ some people don't get what they want. And I believe who I am and I believe who I'll be. ആ ഒരു റീസൺ കൊണ്ടാണ്, എനിക്ക് അത്രത്തോളം എന്നിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതും ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു റീസൺ കൊണ്ടാണ്. നിങ്ങൾക്കുള്ള ഓരോ ഡ്രീംസും എന്തോ ആയിക്കോട്ടെ അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. ഈ ഒരു ലോകത്ത് റീസൺ ഇല്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ റീസൺ. മേ ബി ഇറ്റ്സ് ടു ഹെൽപ്പ് അതേഴ്സ്, മേ ബി ഇറ്റ്സ് ടു ഹെൽപ്പ് യു, മേ ബി ഇറ്റ്സ് ടു ഹെൽപ്പ് യുവർ പാരൻസ്, ഫ്രണ്ട്സ് ഓർ എനിവൺ യു സീ. ഓക്കെ, എല്ലാ കാര്യത്തിനും ഒരു റീസൺ ഉണ്ട്. ആൻഡ് യു ഹാവ് ടു ഗോ ചേസ് ഇറ്റ് ആൻഡ് അച്ചീവ് യുവർ ഡ്രീംസ്. വേറെ ആരും വരില്ല. നിങ്ങൾക്കൊരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഇൻ യുവർ മൈൻഡ്. അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ നിങ്ങൾ അതിലോട്ട് എങ്ങനെ എത്തുന്നുള്ളതിൻ്റെ ഒരു സാധനം ഈ തലക്കുള്ളിലുണ്ട്. ആൻഡ് വെൻ യു വേക്ക് അപ്പ് അത് പറയും നിങ്ങളുടെ അടുത്ത് യു ഹാവ് ടു ഡു ദാറ്റ്. ഇപ്പം നിങ്ങളൊരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ആ ബിസിനസ്സിന് ഈ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ മറ്റൊരു കാര്യം നോക്കണം എന്ന് നിങ്ങളോട് നിങ്ങളെ മൈൻഡ് തന്നെ പറയുമ്പോൾ യു ഹാവ് ടു ലിസൺ ടു ഇറ്റ് ആൻഡ് ഡു അക്കോർഡിംഗ്ലി. അതേ നേരം നിങ്ങൾ ആ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാണ്ട് മറ്റേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവൻച്വലി യു വോണ്ട് ബി ഏബിൾ ടു മാനിഫെസ്റ്റ്. ഹാവ് ടു റിയലൈസ്, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലുള്ള ഓരോ തോട്ട്സ്, ഓരോ ഡ്രീംസ് അല്ലെങ്കിൽ ഒരു കാര്യം ചേസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ യു ഹാവ് ടു ഗോ ഫോർ ഇറ്റ്. യു ഹാവ് ടു ഗോ അച്ചീവ് ദാറ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. മേ ബി യു ഹാവ് ടു ഗോ ആൻഡ് ഗെറ്റ് വാട്ട് യു വാണ്ട് ഇൻ യുവർ ലൈഫ് ഓർ ദ ലൈഫ് ഗെറ്റ്സ് യു. അതേപോലെ തന്നെ നിങ്ങളെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ചുറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കും. യു ഹാവ് ടു ഗോ ഗെറ്റ് യുവർ ഡ്രീംസ്. ഓക്കെ, നിങ്ങളൊരു 40, 50, 60 വയസ്സിന് ശേഷം നിങ്ങൾ ആലോചിക്കുകയാണ് എനിക്ക് അന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റീസൺ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടാവില്ല. അതൊരു കാര്യം എക്സ്ക്യൂസ് ആയിട്ട് പറയാനൊന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ബിക്കോസ് യു ചോസ്, യു ഡിഡ്ന്റ് വാണ്ട് ഇറ്റ്. നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്കത് വേണ്ട എന്നുള്ള രീതിയിലുള്ള ഡിസിഷൻസ് അന്ന് എടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിൽ ആ ഒരു 40-60 വയസ്സിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. സോ go get what you want. And if you're still watching this, എനിക്ക് മാത്രമല്ല, it's not only me who want you to have your dream life. The God wants it or the universe wants you to have it too. So that's all I have to say. അടുത്തൊരു വീഡിയോയിൽ കാണാം. Until then, bye.